ഹായ് കൂട്ടുകാരെ, നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പം ഞാൻ ഗോതമ്പ് കുറുക്കാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കിയിരിക്കുന്നത് നമുക്കൊന്ന് കണ്ടിട്ട് വരാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു 1.5 കപ്പ് ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഗോതമ്പ് പൊടി നന്നായിട്ടൊന്ന് അരിച്ചെടുക്കണം. നമ്മൾ പുട്ടുപൊടി ആണെന്നുണ്ടെങ്കിൽ തരിയൊക്കെ ഉണ്ടാവും. അപ്പോൾ അത് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കുക. ഇനി അതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഉപ്പും ഗോതമ്പ് പൊടിയും ഒക്കെ നന്നായിട്ടൊന്ന് മിക്സ് ആവണം. അതിന് ശേഷം നമുക്ക് ഇതിലേക്ക് വെള്ളമാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഇപ്പോൾ വെള്ളത്തിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ തേങ്ങാപ്പാലിലാണെങ്കിലും ഇത് കുറുക്കിയെടുക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ കുറച്ച് ഈസിയും ഹെൽത്തിയും ആയിട്ടിരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ തേങ്ങാപ്പാൽ ഒഴിവാക്കിക്കൊണ്ട് വെള്ളം ചേർക്കുന്നത്. അപ്പോൾ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് കട്ടയില്ലാതെ നമുക്ക് ഇതുപോലൊന്ന് കലക്കിയെടുക്കണം. അപ്പോൾ ആവശ്യത്തിന് തന്നെ വെള്ളം ചേർത്തേക്കണം. ആദ്യമേ തന്നെ നമ്മൾ ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് വേണം കലക്കാനായിട്ട്. കട്ട ഒട്ടും തന്നെ ഇല്ലാതെ നന്നായിട്ട് നമുക്ക് കലക്കിയെടുക്കാം. അപ്പോൾ ഇതിനായിട്ട് മധുരത്തിനായിട്ട് ഞാനിവിടെ ശർക്കര ചീകി വെച്ചിട്ടുണ്ട്. അപ്പോൾ ശർക്കര ചേർത്തിട്ടാണ് ഞാൻ കുറുക്ക് ഉണ്ടാക്കുന്നത്. അപ്പോൾ പഴമയുടെ ഒരു രുചിയാണ്. അമ്മമാരൊക്കെ നമുക്ക് ഉണ്ടാക്കി തരാറുണ്ടായിരുന്ന കുറുക്കാണിത്. ഗോതമ്പ് പൊടി വെച്ചിട്ട് നമ്മൾ ഒത്തിരി കഴിച്ചിട്ടുണ്ടല്ലേ, ചെറുപ്പത്തിലേക്ക് ഒരുപാട് കഴിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതേ ഞാൻ നന്നായിട്ടെല്ലാം കലക്കി എടുത്തിട്ടുണ്ട്. ബാറ്റർ തയ്യാറാക്കിയിരിക്കുന്ന രീതി ഇതാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ വേണം നമ്മളത് കലക്കിയെടുക്കാനായിട്ട്. തവിയിൽ എടുക്കുമ്പോൾ തന്നെ നമുക്ക് നല്ല ലൂസായിട്ട് തന്നെ ഇരിക്കണം. ഇനി ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള ശർക്കരയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ മധുരം ഓരോരുത്തർക്കും അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാവുന്നതാണ്. ഇനി നമുക്ക് ഈ ശർക്കര ഇതിലേക്ക് ചേർത്തതിന് ശേഷമാണ് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കണം. അപ്പോൾ ശർക്കര കട്ട കെട്ടി കിടക്കരുതും. അപ്പോൾ അടുപ്പത്ത് വയ്ക്കുമ്പോൾ തന്നെ ആ ശർക്കര അഥവാ കട്ട കെട്ടിയാണ് കിടക്കുന്നതെങ്കിലും ഉരുകി ചേർന്നോളും. അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് അടുപ്പിൽ വെച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കണം. ഇപ്പം നല്ല ലൂസായിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ നന്നായിട്ട് കുറുകി വരണം. അപ്പം തീ വളരെ ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം ഇത് കുറുക്കിയെടുക്കാനായിട്ട്. അപ്പോൾ കൈവിടാതെ തന്നെ നമ്മൾ കുറുക്കിയും വേണം. എപ്പോഴും ഇളക്കാതെ ഇരുന്ന് കഴിഞ്ഞാൽ പെട്ടെന്ന് പൊടി കുറുകി വരും, കുറുകി കട്ടയായി പോവും. അപ്പോൾ കട്ടയാകാനായിട്ട് അനുവദിക്കരുത്. അപ്പോൾ നന്നായിട്ട് തന്നെ നമ്മൾ ഇതുപോലെ ഇളക്കിക്കൊണ്ടേയിരിക്കും. ഇപ്പോൾ ഏകദേശം നമ്മുടെ കുറുക്ക് റെഡിയായി വരുന്നുണ്ട്. കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു വിഭവമാണ്. കുട്ടികൾക്ക് മാത്രമല്ല, നമുക്ക് മുതിർന്നവർക്കും കഴിക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ്. പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാനും ഒക്കെ പറ്റും. വിശപ്പും കെടും ദാഹവും ഒക്കെ നമുക്ക് പെട്ടെന്ന് ശമിക്കുന്ന ഒരു വിഭവമാണ്. ഞാനിവിടെ മിക്കപ്പോഴും തയ്യാറാക്കുന്ന ഒരു വിഭവം കൂടിയാണ്. വിശപ്പൊക്കെ തോന്നുന്ന സമയത്ത് കുറച്ച് പൊടി എടുത്തിട്ട് ഇതുപോലെ ഞാൻ കുറുക്കുണ്ടാക്കി കഴിക്കാറൊക്കെ ഉണ്ട്. അപ്പോൾ ഹെൽത്തിയുമാണ്, ഈസി ആയിട്ട് നമുക്ക് തയ്യാറാക്കാനൊക്കെ പറ്റും. അപ്പോൾ അതേ നമ്മുടെ കുറുക്ക് ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ഇടുന്ന സമയത്ത് അതിൽ ഞാൻ ഇതുപോലെ കുറുക്കുണ്ടാക്കുന്നതിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എനിക്കൊരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു, കുറുക്കുണ്ടാക്കുന്നതിൻ്റെ റെസിപ്പി ഇടണേ എന്നും പറഞ്ഞിട്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിത് റെസിപ്പി ഇപ്പോൾ തന്നെ അപ്ലോഡ് ആക്കിയത്. അപ്പോൾ കൂട്ടുകാർക്ക് ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇതിൽ നല്ല മികച്ച നല്ല നല്ല വീഡിയോസും കണ്ടൻറ്റുകളൊക്കെ ആയിട്ട് ഞാൻ ഇനിയും വരുന്നതായിരിക്കും. അതുവരേക്കും എല്ലാ കൂട്ടുകാർക്കും ടാറ്റാ ബൈ ബൈ. ഓക്കെ, സി യു.